നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചേന തോരനാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഈ ചേന നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ചേന ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് അത് വെള്ളം ഊറ്റിക്കളയണം നമുക്ക്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് ഒന്ന് മുക്കാൽ വേവായിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളണം. അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ചേന വെന്തോന്ന് നോക്കാം. നമ്മുടെ ചേന വെന്തിട്ടുണ്ട്. നല്ല ചൂടാട്ടെ. ഒരു നുള്ളു ഉപ്പ് ഇതിനകത്തോട്ടിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. നമുക്ക് അതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് തേങ്ങ, 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 3-4 കൂട്ടം വെളുത്തുള്ളി, ചുമന്നുള്ളി, 3-5 കൂട്ടം വെളുത്തുള്ളി, ഒരു അല്പം, ഒരുപാട് വേണ്ട, അല്പം ജീരകം, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാണ്ട് നമുക്ക് ചതയ്ക്കാം. നമുക്ക് ഇത് ചേന നമ്മൾ ഊറ്റി വെച്ച് നല്ലതായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പിടണം. നമുക്ക് സ്റ്റവ് എത്തിക്കാം. എന്നിട്ട് നമ്മൾ ഈ അരപ്പ്, നമ്മൾ ചതച്ചൊക്കെ ഈ അരപ്പില്ലേ, ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഇടണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റണം. അല്ല, നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ ഉപ്പ് ഒരു ശകലം ഇട്ടിട്ടാണ് നമ്മൾ ഊറ്റിയത്. നമുക്കതായത് ഉപ്പ് വേണ്ടി വരും. നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. നുള്ളൊന്ന് നനച്ച് വെച്ചെടുത്ത നല്ലതായിരുന്നേന്. ആവി വരാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് നനച്ച് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, ചുമ്മാ ഒന്ന് നുള്ള് മാത്രം മതി. ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശകലം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇത്ര ഉപ്പിടാം. നമുക്കൊന്ന് ഇളക്കി വെക്കാം. നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കാം. ആവി വന്നിട്ടുണ്ട്. കണ്ടേ, തോരൻ ചെറുതായിട്ട് ആവി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി തോരനാണ്. ഇങ്ങനെ അടച്ച് വെക്കാം. നമുക്ക് എന്നിട്ടൊന്ന് നമുക്കൊരു പാനിലെടുത്ത് നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം. പാനിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകണം. അതിനകത്തോട് നമുക്ക് കുറച്ച് കടുക് വറക്കാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി മാത്രം, ഒരുപാട് വേണ്ട, അല്പം എണ്ണ മതി. ഉണ്ട് നമുക്ക് അത് ചേന നമുക്ക് തോനെയില്ല, ഇച്ചിരിയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. നമ്മൾ ഈ കടുക് നമുക്ക് അടുപ്പിനിട്ടിടാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കൊച്ചു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അല്ല, കൊച്ചുള്ളി കടുക് പൊട്ടിച്ചൊന്ന് ഈ ബ്രൗൺ കളർ ആവണം ഈ കൊച്ചുള്ളി. അതിനകത്തോട്ട് നമുക്ക് 2 തണ്ട് കരിയാപ്പില ഇടാം. ബ്രൗൺ കളറായിട്ടുണ്ട് കടുക് പൊട്ടിച്ചത്. നമുക്കിനി 2-3 വറ്റൽമുളക് ഇടാം. ഒന്ന് അങ്ങോട്ട് ഇതാക്കിയിട്ട് കരിഞ്ഞു പോകുന്നതിനാണ് സിമ്മി വെച്ചുകൊണ്ട് എടുക്കാൻ. നമുക്കിനി ചേന ഇങ്ങോട്ടിടാം. അതുപോലെ ചേന നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ചേനത്തോരൻ റെഡിയായിട്ടുണ്ട്. ചേനയെന്ന് പറയുന്നത് ഏറ്റവും നല്ല സാധനമാണ്. ഷുഗറുകാർക്കായാലും ആർക്കായാലും ചേന, ഏത് അസുഖക്കാർക്കും ചേന നമുക്ക് കഴിക്കാം. ഒരസുഖം ഏറ്റവും നല്ലതാണ് ചേന. അതിനകത്തൊരു കെമിക്കലുകളോ ഒന്നുമില്ല. അത്രയ്ക്ക് നല്ല സാധനമാണ് നമുക്ക് ചേന. മറ്റുള്ളവരുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ചേന തന്നെ പറയുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം നല്ലതാണ് ചേന. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു.
സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.